ഇൻഫോർമേഷൻ ഒരു ഇപ്പൊ നിങ്ങൾ ഷെയർ ചെയ്തില്ല. ചിലപ്പോ മുതിർന്ന ആൾക്കാർക്ക് വരെ ചിലപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടാവും. ഇപ്പൊ സിബി ഒക്കെ ഞാൻ തുടങ്ങുമ്പോൾ സിബിയുടെ അറ്റൻറ്റീവ്നെസ് ഞാൻ നോക്കുകയാണ്. ഭയങ്കര ക്യൂരിയസ് ആയിട്ടാണ് സിബി. അപ്പൊ എനിക്ക് പറയാൻ തോന്നുന്നുണ്ട് ഇതിനെ പറ്റി. കാരണം ആളുടെ ആ ഒരു ബോഡിയിൽ നിന്ന് മനസ്സിലായി ലാംഗ്വേജ്. ആൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതില് നിങ്ങൾ ശ്രദ്ധിക്കൂ. അതായത് ഇതില് അപ്പൊ അങ്ങനെ വരുമ്പോ കേരളം എന്ന രാജ്യം ഭരിച്ച മഹാബലി ചക്രവർത്തി എന്ന് പറയുന്ന ആ മഹാബലിയുടെ കാലത്താണ് വാമനൻ ഉണ്ടായത്. പക്ഷെ വാമനന് ശേഷമാണ് ആര് വരുന്നത്? കേരളം ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന പരശുരാമൻ വരുന്നത് ദശാവതാരത്തിൽ 6ാമനായിട്ടാണ്. 5ാമത്തെ ആളാണ് വാമനൻ. അപ്പൊ ഇതില് വേറൊരു കാര്യം കൂടി നിങ്ങളുടെ ഒരു ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താന്ന് വെച്ചാല് നമ്മുടെ ഈ ഡാർവിൻ തിയറിയില്, എന്താ ഡാർവിൻ തിയറി? തിയറി ഓഫ് എവല്യൂഷൻ അല്ലെ? ഈ എവല്യൂഷൻ തിയറിയുമായിട്ടാണ് അത് കണക്ട് ചെയ്യേണ്ടത്. നമ്മുടെ ഈ ഇൻകാർണേഷൻസിന് അല്ലെങ്കിൽ അവതാരങ്ങളെ എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടാവുന്നതിന് മുൻപേ എന്തായിരുന്നു? മൊത്തം പ്രളയമായിരുന്നു എന്ന കണക്ക്. വെള്ളത്തിൽ മൂടിക്കിടക്കുകയാണ്, വേറെ ഒരു ജീവജാലങ്ങളുമില്ല. അപ്പോഴാണ് വെള്ളത്തിൽ ആദ്യത്തെ അവതാരമായിട്ടുള്ള എന്ത് മത്സ്യമായിട്ട് അവതരിക്കുകയാണ്. ഇത് ദൈവത്തിന്റെ ആ ഒരു ഇവല്യൂഷന്റെ തുടക്കമാണെന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോ ദൈവം ആദ്യം മത്സ്യമായിട്ട് അവതരിച്ചു. മത്സ്യത്തിന് വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ആ മത്സ്യത്തിന്റെ രൂപാന്തരം വന്നത് ആമയായിട്ട് മാറിയുന്ന കൂർമാവതാരം. കൂർമ്മത്തിന്റെ ഒരു പ്രസ്താവന എന്താ? കുറച്ച് കരയിൽ നിൽക്കാതിന്. അപ്പോഴേക്കും അവര് പ്രോഗ്രസ് ആയി. വെള്ളത്തിൽ മാത്രമല്ല, വെള്ളത്തിൽ കരയിൽ വെച്ചാലും ഇത് ചാവൂല. അപ്പോ വെള്ളത്തിലും കരയിലും കൂടി ജീവിക്കാവുന്ന ഒരു പ്രോഗ്രഷൻ കിട്ടിയ അവിടെ, അതിനാണ് കൂർമ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആമ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കരയിൽ മാത്രം ജീവിക്കുക, വെള്ളത്തിലേക്ക് പോയില്ലെങ്കിലും ഒരു കുഴപ്പമില്ലാത്ത അവതാരമാണ് പിന്നെ എന്ത്? അത് അവസാനം വരാഹമായിട്ട് വരുന്നത്. വരാഹം എന്ന് പറയുന്നത് എന്താണ്? പന്നി. ശരിക്കും നിങ്ങൾ ഈ കാന്താര എന്ന് പറഞ്ഞ പടം കണ്ടില്ലേ? കാന്താര, അതിൽ ഒരു കുറെ കാണിക്കുന്നത്. അപ്പൊ ഈ പന്നിയുടെ ഒരു അവതാരം കിട്ടിയതാണ് നമുക്ക്. അപ്പൊ അതിന് കരയിൽ മാത്രം നിൽക്കാം. അപ്പൊ 3 കഴിഞ്ഞില്ലേ? മത്സ്യം കഴിഞ്ഞു, കൂർമ്മം കഴിഞ്ഞു, വരാഹം കഴിഞ്ഞു. ഇനി ഏതാ? നരസിംഹം എന്ന് പറയുമ്പോൾ പകുതി മനുഷ്യനായി എന്നാണ് കണക്ക്. മനുഷ്യരിലേക്ക് പോകണത്, മനുഷ്യരിലേക്ക് എത്തുകയാണ്. മെല്ലെ അനിമൽസ് അല്ലെങ്കിൽ ഒരു മത്സ്യമായിട്ട് നിന്നിട്ട് അവർക്ക് ആ ഓർമ്മ കിട്ടും. ആ ഒരു പ്രോഗ്രസ് ഓർമ്മ വരും. മത്സ്യത്തിൽ നിന്നും മെല്ലെ പിന്നെ ആമയിലേക്കും, ആമയെന്ന് പിന്നെ മെല്ലെ പിന്നെ പന്നിയിലേക്കും, പന്നിയിൽ നിന്ന് പിന്നെ നരസിംഹത്തിലേക്ക്. നരസിംഹത്തിൽ എന്ന് പറയുമ്പോൾ പകുതി അനിമലും പകുതി ഹ്യൂമൻ ബീങ്ങുമാണ്. അത് കഴിഞ്ഞിട്ടുണ്ടായി പിന്നെ വാമൻ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് പിന്നെ മാൻ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ് ആയി. പക്ഷെ ചെറുതാണ്, പക്ഷെ ഒരു പൂർണ്ണമായിട്ടുള്ള മനുഷ്യനായിട്ടില്ല. ഓക്കെ, ചെറിയൊരു മനുഷ്യൻ, പക്ഷെ മനുഷ്യന്റെ രൂപമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത അവതാരമാണ് ആര്? പരശുരാമൻ. പരശുരാമൻ എന്ന് പറയുമ്പോൾ ആരാ? പൂർണ്ണമായിട്ടും മനുഷ്യനാണെങ്കിലും സ്വഭാവം കൊണ്ടൊന്നും അത്ര പരിഷ്കരിക്കപ്പെട്ടില്ല. പരശുരാമൻ എന്ന് പറയുമ്പോൾ ഈ കാട്ടിലൂടെ മഴുവായിട്ട്, കാരണം ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ കേരളത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കേരളം എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ ജിയോഗ്രാഫിക്കലി നോക്കിയാൽ എങ്ങനെ കിടക്കുന്നത്? നമ്മള് ഈ തെക്ക് വടക്കായിട്ട് കിടക്കുന്നു. തെക്ക് വടക്കായിട്ട് കിടന്നിട്ട് പടിഞ്ഞാറ് ഭാഗം എന്താണ് കേരളത്തിന്റെ? എന്താ ഇതില് പടിഞ്ഞാറ് എന്താ? പിന്നെ കേരളത്തിന്റെ കടലാണ് നമ്മുടെ കേരളം അല്ലെ? പടിഞ്ഞാറ് എന്ന് പറയുന്നത് അറബിക്കടൽ. പഠിച്ചിട്ടില്ല നിങ്ങൾ? കിഴക്ക് എന്താണ്? കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് എന്താ? പർവ്വത നിരകളാണ്, സഖ്യപർവ്വത നിരകളാണ്. അപ്പൊ ഇതില് അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കടല് ഈ കടൽ അങ്ങോട്ട് മാറിയപ്പോഴാണ് കേരളം ഉണ്ടാവുന്നത്. അപ്പൊ ഈ കേരളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാടൊക്കെ ആയിട്ട് നിൽക്കുമ്പോ മഴ ഉപയോഗിച്ചുകൊണ്ട് ഇതെല്ലാം വെട്ടി നിരത്തി ഏകദേശം കുറെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കി. 108ഓളം പിന്നെ ദുർഗാക്ഷേത്രങ്ങളും 108ഓളം ശിവക്ഷേത്രങ്ങളും പിന്നെ കുറെ ശാസ്താവിന്റെ മലയിലൊക്കെ ശാസ്താവിന്റെ ക്ഷേത്രങ്ങളും ഇൻ ബിറ്റ്വീൻ ദുർഗാക്ഷേത്രങ്ങളും പിന്നെ നമ്മുടെ കടലിന്റെ ഭാഗത്തൊക്കെ ശിവക്ഷേത്രം. അങ്ങനെയാണ് ആ ഒരു പ്രമാണം വരുന്നത്. അങ്ങനെ പരശുരാമന്റെ കാലം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആര് വരുന്നത്? ബലരാമൻ വരുന്നതും പിന്നെ ശ്രീരാമൻ വരുന്നതും പിന്നെ പൂർണ്ണാവതാരത്തിലാണ് പിന്നെ ശ്രീകൃഷ്ണൻ വരുന്നത്. ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ എന്താണ്? പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ് ആണ്. അയാൾക്ക് എല്ലാമായി, കുടുംബമായി, കുട്ടികളായി അല്ലെങ്കിൽ ഫാമിലിയായി, അങ്ങനെ ഒരു പൂർണ്ണാവതാരം എന്ന് പറയുന്ന ആരാണ്? ശ്രീകൃഷ്ണൻ. ഇനി 10ാമത്തെ അവതാരം വരാൻ കിടക്കുന്നുണ്ട്. അത് കൽക്കി എന്ന് പറയുന്ന അവതാരമാണ്. ആ കൽക്കി വരുന്നതോടുകൂടി ഈ കലിയുഗം അവസാനിക്കും. പിന്നെ കുറെ കാലം പ്രളയത്തിൽ കിടക്കുന്നതാണ് ശാസ്ത്രം.
അങ്ങനെ 4 യുഗങ്ങൾ കഴിയുമ്പോൾ കുറെ കാലം പ്രളയം, ഒരു കൽപ്പം എന്ന് പറയും, 4 യുഗങ്ങളുடைய ഒരു കൽപ്പമാണ്. ആ കൽപ്പം കഴിഞ്ഞാൽ പിന്നെ കുറെ കാലം അത് മൂടിക്കിടക്കും. പിന്നെ വീണ്ടും ഇതേപോലെ ഇതിങ്ങനെ കിടക്കുകയാണ്. ഇത് ഒരു നെവർ എൻഡിങ്, ഒരു നോൺ സ്റ്റോപ്പിംഗ് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് വിൽ നെവർ സ്റ്റാർട്ട്, ഇറ്റ് വിൽ നെവർ ഓഫ്, അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് രസകരമായ കാര്യങ്ങൾ ഇതിൽ കിടക്കുന്നുണ്ട്. ഞാൻ എന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ സമയം എടുക്കും, ബോറിംഗ് ആണ് കുറെയൊക്കെ. അതുകൊണ്ട് ദശാവതാരങ്ങൾ തെറ്റാതെ ആർക്കാ പറയാൻ പറ്റും? പിന്നെ ബാക്ക് ലൈനിൽ ആർക്കാ പറയാൻ പറ്റും? ഇപ്പൊ ആർക്കാ പറയാൻ പറ്റും? അജിത്താണ് നമുക്ക് സമ്മാനമുണ്ട്. ദശാവതാരങ്ങൾ ഫുള്ള് പറയാം. കിട്ടിയ ആരെങ്കിലും ദശാവതാരങ്ങൾ തുടക്കം മുതൽ കിട്ടിയോ? അരി പറയാൻ മനസ്സിലായോ? അങ്ങോട്ടേ ഓർമ്മ കിട്ടോ? ശ്രമിച്ചോക്ക്. പറഞ്ഞേ ഗുഡ് ഗുഡ്.
പ്രോഗ്രാം നന്നാവുള്ളൂ. ട്രാക്ക് മാറ്റി
പോയാ